ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. എന്താണ് ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മിക്കവരും തന്നെ ഫുഡ് കഴിക്കുമ്പോൾ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇറച്ചിയോ അല്ലെങ്കിൽ മീനോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോർഷൻ നമ്മളെ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലേ. നമ്മൾ കുറേയൊക്കെ നാക്കും കൊണ്ട് അത് കിള്ളി എടുക്കാൻ പറ്റുമോ നോക്കും. പിന്നെ കുറച്ച് നേരം ആണെങ്കിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സെഫ്റ്റി പിന്നോ അങ്ങനെ ഓരോന്നൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കുത്തിയെടുക്കാനൊക്കെ നോക്കൂലേ. നമ്മൾ എങ്ങനെയൊക്കെ കുത്തിയെടുക്കാൻ നോക്കിയാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് അത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എല്ലാവരും തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ നേരം അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറേ നേരം അതിലേക്ക് ഇങ്ങനെ നാവും കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കാറുണ്ടാവും അല്ലേ. അപ്പൊ നമ്മുടെ ആ ഒരു പ്രശ്നത്തിന് നല്ല എളുപ്പത്തിൽ നല്ല അടിപൊളി ഒരു പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് വായുടെ ഉള്ളിൽ കുടുങ്ങുന്നത് ഒഴിവാക്കാൻ പറ്റുന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് എങ്ങനെ അത് ക്ലിയർ ചെയ്തെടുക്കാനും, അതുപോലെ തന്നെ ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ച് കുത്തിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വിങ്ങലൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് എല്ലാവരുടെയും വീട്ടിലുള്ള ഒരേ ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ആ സാധനം ഒന്ന് കാണിച്ചു തരാവേ. ഇതുണ്ടോ, നമ്മൾ വീടുകളിൽ തുണിയൊക്കെ തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധാരണ നൂലാണ് കേട്ടോ അത്. നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ തയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു നൂല്. ഈ ഒരു നൂല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വായിൽ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയേക്കുന്ന ആ ഒരു ഫുഡ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോഴേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വായിൽ ഫുഡ് കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മീൻസ് പല്ലിൻ്റെ ഇടയിൽ ഫുഡ് കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു നൂലെടുക്കാം. അതിനുശേഷം നമുക്ക് അത്യാവശ്യം ഇങ്ങനെ രണ്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ അതേ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് നമ്മളിതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിങ്ങനെ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ ഏത് പല്ലിൻ്റെ ഇടയിലാണ് കുടുങ്ങിയതെന്നുണ്ടെങ്കിലും കുറച്ച് ഉള്ളിലേക്കാണെങ്കിൽ നമുക്ക് കുറച്ച് കൈ അകത്തേക്ക് ഇടേണ്ടി വരും. ആ ഒരു പല്ലിൻ്റെ ഇടയിലേക്ക് ഇതിങ്ങനെ കൊണ്ടുപോകാം. ഞാൻ ഇപ്പൊ കുറച്ച് ഉള്ളിലേക്കുള്ളത് കാണിച്ചു തരാം. അങ്ങനെ കൊണ്ടുപോയിട്ട് കറക്റ്റ് ആ ഫുഡ് കുടുങ്ങിയ രണ്ട് പല്ലിന്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് ഇതങ്ങ് ഇറക്കാം. ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു പല്ലിന്റെ ഇടയിലേക്ക് ഈ ഒരു നൂലൊന്ന് ഇറക്കിയിട്ട് ജസ്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങിയേക്കുന്ന ആ ഒരു ഫുഡ് പുറത്തേക്ക് വരെ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ ഇറക്കിയിട്ട് വലിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഈ നൂല് പൊട്ടിപ്പോവാം. അപ്പൊ അങ്ങനെ നൂല് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടുന്നു. അപ്പൊ നമ്മൾ നേരെ ആ ഒരു രണ്ട് സൈഡും പുറത്തേക്ക് വലിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ പല്ലിന്റെ ഇടയിൽ നൂലിന്റെ ഭാഗങ്ങളാണെങ്കിലും കുടുങ്ങിയിരിക്കത്തില്ല, അതും ഒന്ന് പുറത്തേക്ക് പോരും കേട്ടോ. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫ്രണ്ടിലെ ഒരു പല്ലിന്റെ ഭാഗത്ത് ഞാൻ എങ്ങനെ ഇറക്കുന്നത് കാണിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു നൂല് രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഏത് പല്ലിന്റെ ഇടയിലാണ് കുടുങ്ങിയേക്കുന്നത് അതെ ഇതിപ്പോ ഇറക്കുമ്പോൾ ചെറുതായിട്ട് പൊട്ടിപ്പോയതാട്ടാ. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം. എൻ്റെ ഇവിടുത്തെ പല്ലൊക്കെ കുറച്ച് അടുത്തിരിക്കുന്നതുകൊണ്ട് ഗ്യാപ്പ് കുറവാണ്. ഇതേ ഇങ്ങനെ ഇറക്കുക, എന്നിട്ട് നമുക്ക് ഇങ്ങനെ നനക്കുമ്പോഴത്തേക്ക് നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് അകത്ത് നമ്മുടെ അണപ്പല്ലുകൾക്കാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ പിടിക്കുക, അണപ്പല്ലിന്റെ രണ്ട് പല്ലിന്റെ ഇടയിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫുഡിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് വരും കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഫുഡ് പല്ലിന്റെ ഇടയിൽ കുടുങ്ങി ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായി കാണാം. അതുവരേക്കും ബൈ.